യെശയ്യാവ് 54:17 നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. പല ലോകരാജ്യങ്ങളും യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും ധാരാളം ആയുധങ്ങൾ ഉപയോഗിക്കുന്നതും നാം സാധാരണയായി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആധുനിക രീതിയിലുള്ള ഏറ്റവും പ്രയോജനമുള്ളവ രാജ്യങ്ങൾ പരസ്പരം ഉപയോഗിക്കുന്നു. എന്നാൽ ഒരു ദൈവപൈതലിന് വിരോധമായി ഇരുട്ടിൻ്റെ ശക്തികൾ ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല എന്ന് വചനം പറയുന്നു. വർഷങ്ങളെടുത്താണ് രാജ്യങ്ങൾ ഓരോ ആയുധങ്ങൾ പണിതുണ്ടാക്കുന്നത്. പിശാചും പലനാൾ ആലോചിച്ച് ഉറച്ച് തക്കം പാർത്തിരുന്നാണ് അവൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്. എത്ര വലിയ ടെക്നോളജി അവൻ്റെ കീശയിലുള്ളത് ഉപയോഗിച്ച് എത്ര വലിയ തന്ത്രങ്ങൾ ഉപയോഗിച്ചാലും തന്ത്രപരമായ ആയുധങ്ങൾ ഉപയോഗിച്ചാലും യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തവും യേശുക്രിസ്തു എന്ന പരിശുദ്ധ നാമവും ജീവനുള്ള ദൈവവചനവുമൊക്കെ നമ്മെ മൂടി നിൽക്കുന്നിടത്തോളം നമ്മെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കി അവൻ്റെ സമയം കൊല്ലാം എന്നല്ലാതെ ഒരു ദൈവപൈതലിനെ അവന് തകർക്കുവാൻ സാധിക്കുകയില്ല. ഉൽപ്പത്തി 3:13 ഹൗവ പാമ്പെന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് പറയുന്നു. ഹൗവ പാമ്പിന് ചെവി കൊടുത്തത് മുഖാന്തരം അങ്ങനെ സംഭവിച്ചു. ചതിയുടെയും വഞ്ചനയുടെയും ഹോൾസെയിൽ ഡീലറായി അവൻ നിൽക്കുമ്പോൾ നാം ക്രിസ്തുവിൽ ഉറച്ചാൽ നമ്മെ വീഴ്ത്താൻ അവന് പ്രയാസപ്പെടേണ്ടി വരും. ദൈവകൃപയിൽ നാം പൊതിയപ്പെട്ടില്ല എങ്കിൽ വീണുപോകുവാൻ സാധ്യതയുണ്ട്. റോമർ 16:17-18 വാക്യങ്ങളിൽ വിപരീതോപദേശം അവൻ ഉണ്ടാക്കി ഈ നാളുകളിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ഒന്നാണ്. മറ്റൊരു ക്രിസ്തുവിനെയും മറ്റൊരു ആത്മാവിനെയും മറ്റൊരു സുവിശേഷത്തെയും അവൻ ജനങ്ങളിൽ കൂടി പ്രഘോഷിക്കുന്നു. നാം അതിനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. വഞ്ചനയുടെ ആത്മാവിൻ്റെ വ്യാപാരം. മത്തായി 24:10-11 വാക്യങ്ങളിൽ അന്യോന്യം പകയ്ക്കുന്നവർ, സ്നേഹം തണുത്തു പോകുന്ന സ്ഥിതിവിശേഷം, ഇവയെക്കുറിച്ചൊക്കെയും കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 8:44 അവൻ ഭോഷ്കിൻ്റെ പിതാവായതുകൊണ്ട് നമുക്കെതിരെ ആ ആയുധം ഉപയോഗിക്കുന്നു. ഇങ്ങനെ നമുക്ക് വിരോധമായി അവൻ പല ആയുധങ്ങളും ഉണ്ടാക്കുന്നു, ഉപയോഗിക്കുന്നു. നാം കരുതിയിരുന്നില്ല എങ്കിൽ അവൻ നമ്മെ വീഴ്ത്തിക്കളയും. ശത്രുവിനെതിരെ എപ്പോഴും നമ്മൾ ജാഗരൂകരായിരിക്കാം. അവൻ ഏതെല്ലാം ആയുധം നമുക്കെതിരായി ഉണ്ടാക്കിയാലും എഫേസ്യർ 6:14-17 വരെ പറയുന്ന ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നമുക്ക് അവൻ്റെ കോട്ടയിലേക്ക്, ആയുധശാലയിലേക്ക് കടന്നു ചെന്ന് അതിനെ നിർമൂലമാക്കുവാൻ തക്കവണ്ണം നമുക്ക് ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ധരിക്കാം. ധീരമായി മുൻപോട്ട് പോകാം. നാം തോറ്റുപോയി എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ ജയിച്ചവരായി തന്നെ കർത്താവിൽ നിലനിൽക്കും. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ ആത്മാവിൽ ശക്തരായി നിലനിൽക്കുവാൻ കൃപ നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.